ഇപ്പോൾ ഡൽഹിയിൽ കനത്ത മഴ പെയ്യുകയാണ്. രാജ്യതലസ്ഥാനത്ത് നല്ല ചൂടായിരുന്നു, ഇപ്പോൾ കനത്ത മഴ ചെയ്യുന്നുവെന്ന് അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്. മഴയ്ക്കും ഒരു ആശംസകൾ പറയൂ. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉഷ്ണതരംഗത്തിൽ ഇങ്ങനെ പിടിമുറുക്കി ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ ഒന്ന് ഞെരിഞ്ഞമർന്ന ഒരു സമയത്ത് ആശ്വാസമായിട്ടാണ് ഇപ്പോൾ മഴ പെയ്തിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും മഴയുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടത്ത് കേരള ഹൗസിന് മുൻപിലാണുള്ളത്. ഇവിടെ ഏതാണ്ട് ഇപ്പോൾ 3/4 മണിക്കൂറിന് മുകളിലായി മഴ അങ്ങനെ തുടരുകയാണ്. ഇതിനു മുൻപും ഇടയ്ക്ക് മഴ പെയ്തിരുന്നു, പക്ഷെ അത് നേരിയൊരു മഴ ഇടയ്ക്ക് ചെറുതായി പെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് ആശ്വാസമായില്ല. പക്ഷെ ഇത് കുറേ സമയം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആശ്വാസമായി മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പലയിടങ്ങളിലും ഈ ജലക്ഷാമം പോലുള്ള വിഷയങ്ങളുണ്ട്, ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരുപക്ഷെ ഈ മഴ ഒരു പരിഹാരമാകും. പക്ഷേ തുടർന്ന് നിന്നാൽ മാത്രമേ ആശ്വാസമാകൂ, അല്ലെങ്കിൽ വീണ്ടും ഒരു ഉഷ്ണതരംഗത്തിന്റെ ഒരു പിടിയിലേക്ക് തന്നെ സംസ്ഥാനങ്ങൾ കടക്കും. കാരണം നമ്മൾ ഈ നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിക്കുമ്പോൾ പറയും, നാട്ടിലെ വിശേഷങ്ങൾ പറയുമ്പോൾ അവിടെ മഴയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ നല്ല കൊടും ചൂടാണ്, രാത്രി ഉറങ്ങുവാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ അത് എല്ലാവരെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. ഈ ദിനംപ്രതി, അതായത് ജോലികൾക്കായി പുറത്ത് പോകുന്നവർ, അവർക്കെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയങ്ങളാണ്. അപ്പോൾ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് അവർക്കു കൂടി ആശ്വാസമാണ്. പക്ഷേ രാഷ്ട്രീയ പശ്ചാത്തലം എടുത്താലും ഡൽഹിയിലെ കഴിഞ്ഞ സമീപകാല കാലാവസ്ഥ എടുത്താലും കൊടും ചൂട് തന്നെയാണ്. രാഷ്ട്രീയത്തിലേക്ക് വന്നാലും പാർലമെന്റ് അടക്കം നടക്കുമ്പോൾ രാഷ്ട്രീയപരമായി ചൂട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാപരമായി വിലയിരുത്തുമ്പോൾ ആ മഴയിലൂടെ ഒരാശ്വാസം നൽകിയിരിക്കുകയാണ്. സ്കേൻ. ഓക്കെ, താങ്ക് യു അച്യുതൻ. വേണമെങ്കിൽ അച്യുതൻ കുടയൊക്കെ കളഞ്ഞിട്ട് മഴയൊന്നും നനഞ്ഞു, പനിയൊന്നും പിടിക്കത്തില്ല. കാര്യം ജേർണലിസ്റ്റാണോ പനി പിടിക്കുക?